ഹായ് ഫ്രണ്ട്സ്, നല്ലൊരു ലിസണർ ആവുക, ഒരു കേൾവിക്കാരനാവുക എന്നുള്ളത് വളരെ മികച്ചൊരു ക്വാളിറ്റിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും അത്തരത്തിലൊരു കേൾവിക്കാരനാകാൻ സാധിക്കാറില്ല എന്നതാണ് സത്യം. കാരണം ഭൂരിഭാഗം പേരും കേൾക്കുന്നതിനേക്കാൾ കൂടുതലായി അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാനും സംസാരിക്കാനും ആവേശം കാണിക്കുന്നു. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നല്ലൊരു കേൾവിക്കാരനെ ലഭിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ നമ്മളിൽ പലരും തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും എന്നെ മനസ്സിലാക്കാനും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കാം. സോ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരു നല്ല ലിസണർ, കേൾവിക്കാരനാവുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. സോ ഫ്രണ്ട്സ്, നിങ്ങളൊരു നല്ല ലിസണർ ആവുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ആശ്വാസമാകാനും അവരുടെ മനസ്സിലുള്ള വേദനകളെയെല്ലാം ഒന്ന് ഇറക്കി വെക്കാനും നിങ്ങളിലൂടെ അവർക്ക് സാധിക്കും. പലരും പലപ്പോഴും താൻ പറയുന്നതെല്ലാം മനസ്സിലാക്കാനും തനിക്ക് തൻ്റെ വിഷമങ്ങളെയെല്ലാം പങ്കുവെക്കാനും കേൾക്കാനും തന്നെ മനസ്സിലാക്കാനും ഒരാളുണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു നല്ല കേൾവിക്കാരനാകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഞാനൊരു നല്ല ലിസണർ ആണോ എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല എന്നതാണ് വാസ്തവം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നല്ലൊരു കേൾവിക്കാരൻ, ഒരു ലിസണർ ആകാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. സോ നിങ്ങളൊരു നല്ല ലിസണർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണാനായി ശ്രമിക്കുക. നമ്പർ 1, ആക്റ്റീവ് ലിസണിങ്. ഫോക്കസ് കംപ്ലീറ്റ്ലി. സംസാരിക്കുന്ന ആളിലേക്ക് 100% ശ്രദ്ധ കേന്ദ്രീകരിക്കുക. രണ്ടാമത്, യാതൊരു തടസ്സവും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവർ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും കംപ്ലീറ്റ് ആക്കാനുള്ള അവസരം അവർക്ക് നൽകുകയും ചെയ്യുക. ഇടയ്ക്ക് കയറി സംസാരിക്കുകയോ തടസ്സങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാതിരിക്കുക. മൂന്നാമത്തേത്, ധാരണകൾ സ്ഥിരീകരിക്കാൻ പ്രധാന പോയിന്റുകൾ ആവർത്തിക്കുക. അവർ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും സ്ഥിരീകരിക്കാനും നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെ ഉറപ്പിക്കാനും വേണ്ടി പ്രധാന പോയിന്റുകളെ ആവർത്തിക്കുക. നാലാമത്തേതായി, മീനിങ് ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായി ശ്രമിക്കുക. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും കേട്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായി ശ്രമിക്കുക. സോ ഇത്തരത്തിൽ നിങ്ങൾ അവരുടെ സബ്ജക്റ്റിൽ കണക്റ്റഡ് ആയെന്ന് കാണിക്കുക. പിന്നീട് സംസാരിക്കുന്നതിനിടയിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് തലയാട്ടാനും ശ്രമിക്കുക. അവരെ കൂടുതൽ എൻഗേജ്ഡ് ആക്കാനും വളരെ വ്യക്തമായി അവർക്ക് പറയാനുള്ള കാര്യങ്ങളെ കംപ്ലീറ്റായി പറയാനും ചെറിയ ചില വാക്കുകളാൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാനായി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഓ ഐ സി, ഓ അങ്ങനെയാണോ. സോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വാക്കുകളെല്ലാം അവരെ സംസാരിക്കാൻ കൂടുതൽ കംഫർട്ടബിൾ ആക്കുകയും കൂടുതൽ സംസാരിക്കാനുള്ള ഊർജം അവരിൽ ഉണ്ടാക്കുകയും ചെയ്യും. ശേഷം അടുത്തതായി അവർ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് ചെറിയ രീതിയിൽ ആവർത്തിക്കുക. അതിനുശേഷം നിങ്ങളുടെ സംശയങ്ങൾ വ്യക്തമാക്കുക, അല്ലെങ്കിൽ അവരോട് കൂടുതൽ ക്വാളിറ്റീസ് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാനായി ശ്രമിക്കുക. മൂന്നാമത്തെ ടെക്നിക്കാണ് 3 സെക്കൻഡ് റൂൾ. അതായത് നിങ്ങൾ പെട്ടെന്ന് എടുത്തുചാടി പ്രതികരിക്കുന്ന സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ 3 സെക്കൻഡ് റൂൾ നിങ്ങളെ അതിൽ നിന്നും പിന്തിരിയാനായി സഹായിക്കും. സോ പ്രതികരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ 3 തവണ എണ്ണുക. പ്രതികരിക്കുന്നതിന് മുമ്പ് അവരുടെ വാക്കുകൾ പ്രോസസ്സ് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും. നാലാമത്തെ മെത്തേഡാണ് പ്രാക്ടീസ് മൈൻഡ്ഫുൾ ലിസണിങ്. അതായത് മറ്റുള്ളവർ സംസാരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാനോ അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാനോ നിൽക്കരുത്. മറിച്ച് ഇതിൽ നിന്നും എന്താണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, എന്തെല്ലാമാണ് എനിക്ക് പഠിക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. സോ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാനായി ഈ ചിന്ത നിങ്ങളെ സഹായിക്കും. അഞ്ചാമത്തേതാണ് ദ മിറർ ആൻഡ് മാച്ച് ടെക്നിക്സ്. അവരുടെ ടോൺ, ഇമോഷൻസ് ആൻഡ് എനർജി ഇതെല്ലാം മാച്ച് ചെയ്യാനായി ശ്രമിക്കുക. അതായത് അവർ മൃദുവായി സംസാരിക്കുകയാണെങ്കിൽ ശാന്തമായ സ്വരത്തിൽ പ്രതികരിക്കുക. ഇത് അവരെ മനസ്സിലാക്കുകയും കൂടുതൽ കംഫർട്ടബിൾ ആക്കുകയും ചെയ്യും. ഈ ഒരു ടെക്നിക് നിങ്ങളെ കൂടുതൽ ഡീപ്പ് കണക്ഷൻ ഉണ്ടാക്കാനായി സഹായിക്കും. നമ്പർ 6, ദ ഗോൾഡൻ പോസ് ടെക്നിക്. ഉത്തരം നൽകുന്നതിന് മുമ്പ് 2-3 സെക്കൻഡ് താൽക്കാലികമായി നിർത്തുക. ആവേശകരമായ പ്രതികരണങ്ങൾ ഒഴിവാക്കാനും നിങ്ങളുടെ പ്രതികരണത്തെ കൂടുതൽ ചിന്തനീയമാക്കാനും ഇത് സഹായിക്കും. അതായത് അനാവശ്യമായ സംസാരം ഒഴിവാക്കാനും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാനും ഇതുവഴി നിങ്ങൾക്ക് സാധിക്കും. നമ്പർ 7, ഡെവലപ്പ് എംപതറ്റിക് ലിസണിങ്. നിങ്ങളെ അവരുടെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനായി പ്രേരിപ്പിക്കുക. അവരുടെ അവസ്ഥ എന്താണോ ആ സിറ്റുവേഷനിൽ നിങ്ങളാണെന്ന് സങ്കല്പിക്കുക. സഹാനുഭൂതിയോടെ പ്രതികരിക്കാനായി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഓ അവിടെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കണം. സോ ഇത്തരത്തിലെല്ലാം സംസാരിക്കുക. അവരെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ അവരുടെ സിറ്റുവേഷനെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക.
അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, അവരാവശ്യപ്പെടാതെ ഒരിക്കലും അവർക്ക് സൊല്യൂഷൻസോ പരിഹാരങ്ങളോ ഓഫർ ചെയ്യാനായി ശ്രമിക്കരുത്. നമ്പർ 8, എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. സോ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കാനായി ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ഫോക്കസിനെ ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിക്കുക. ഇത് നിങ്ങളെ കൂടുതൽ നല്ല രീതിയിൽ മറ്റുള്ളവരെ കേൾക്കാനായി സഹായിക്കും. സോ അതിനായി നിങ്ങളുടെ മൊബൈൽ ഫോൺ മാറ്റിവെക്കുക. നല്ല രീതിയിൽ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫോക്കസ് വർദ്ധിപ്പിക്കാനായി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ബോണസ് ടിപ്പ്, നിങ്ങളുടെ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായി നിങ്ങളെ സഹായിക്കുന്ന ചില എക്സസൈസുകൾ. നമ്പർ 1, ഷാഡോ ലിസണിങ്. സോ നിങ്ങളൊരു കോൺവെർസേഷൻ കേൾക്കാനായി ശ്രമിക്കുക. ശേഷം മെൻ്റലി അതിനെ സമ്മറൈസ് ചെയ്ത് എടുക്കുകയും ചെയ്യുക. നമ്പർ 2, സൈലൻസ് ചലഞ്ച്. സംസാരിക്കാതെ കേൾക്കാനായി ദിവസവും ഒരു 10 മിനിറ്റ് മാറ്റിവെക്കുക. സോ ഇത്തരത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായി മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കാനായി ശ്രമിക്കുക. സോ സൈലൻ്റായി ഇരിക്കാനായി പരിശീലിക്കുക. നമ്പർ 3, പോഡ്കാസ്റ്റ് ട്രെയിനിങ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റ് കേൾക്കാനായി ശ്രമിക്കുക. ശേഷം അതിനെക്കുറിച്ച് മറ്റാരോടെങ്കിലും സംസാരിക്കുക. അതായത് നിങ്ങൾ കേട്ട മനസ്സിലാക്കിയ കാര്യത്തെ മറ്റൊരാളോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുക. സോ ഈ പറഞ്ഞ ടെക്നിക്കുകളെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റലിജൻസ് ഇൻഹാൻസ് ചെയ്തെടുക്കാനും കൂടുതൽ ആഴത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റുകയും ചെയ്യും.